മുൻ പ്രസിഡന്റും വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. ഫ്ലോറിഡയിൽ ട്രംപ് ഗോൾഫ് കളിക്കുമ്പോഴായിരുന്നു സംഭവം. മറഞ്ഞിരുന്ന അക്രമിയെ വെടിവെക്കും മുമ്പ് തന്നെ സീക്രട്ട് സർവീസുകാർ കീഴ്പ്പെടുത്തുകയായിരുന്നു. 58 വയസ്സുകാരനായ റയൻ വെസ്ലി റൌത്താണ് കസ്റ്റഡിയിലുള്ളത്. ഇയാളിൽ നിന്ന് AK-47 തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായ ചോദ്യം ചെയ്യലിനായി രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതേസമയം താൻ സുരക്ഷിതനാണ് എന്നും ആർക്കും അപായമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അക്രമിക്ക് നേരെ സീക്രട്ട് സർവീസുകാർ വെടിയുതിർക്കുകയായിരുന്നു. അക്രമി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സീക്രട്ട് സർവീസുകാർ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. AK-47 തോക്കിന് പുറമെ 2 ബാക്ക് പാക്കുകൾ, ഒരു ഗോപ്രോ ക്യാമറ എന്നിവയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് വേണ്ടി സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ നിലപാട് പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് കസ്റ്റഡിയിലുള്ള 58-കാരൻ. യുക്രൈന് വേണ്ടി സൈനികരെ റിക്രൂട്ട് ചെയ്യാനും ഇയാൾ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു. ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെ അദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് 400 മീറ്ററോളം അകലെ കുറ്റിച്ചെടികൾക്കിടയിൽ സംശയാസ്പദമായ ഒരു വസ്തു US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് ആ വസ്തു ഒരു തോക്കിന്റെ അഗ്രഭാഗമാണെന്ന് മനസ്സിലായത്. ഉടൻ അക്രമിക്കടുത്തേക്ക് എത്താൻ ശ്രമിക്കവേ അക്രമി ക്യാമറ ഉൾപ്പെടെയുള്ളവ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേക്കും രഹസ്യാന്വേഷണ വിഭാഗം തോക്കുധാരിക്ക് നേരെ വെടിയുതിർക്കുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. വെറും 9 ആഴ്ചകൾക്കിടെയാണ് ട്രംപിനെതിരെ രണ്ടാമതും വധശ്രമം ഉണ്ടാകുന്നത്. ജൂലൈ 13-ന് പെൻസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ചായിരുന്നു ട്രംപിന് വെടിയേറ്റിരുന്നത്. അന്ന് ട്രംപിന്റെ ചെവിയിലാണ് പരിക്കേറ്റത്. ആക്രമണങ്ങൾ തളർത്തില്ല എന്നും ശക്തമായി തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒരിക്കലും കീഴടങ്ങില്ലെന്നും താനിപ്പോൾ സുരക്ഷിത സ്ഥാനത്താണ് ഉള്ളതെന്നും അനുയായികൾക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ട്രംപ് വ്യക്തമാക്കുന്നു. എന്റെ ഗോൾഫ് ക്ലബിന്റെ സമീപ പരിസരത്ത് വെടിവെപ്പ് നടക്കുകയുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള കിംവദന്തികൾ പരക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇതറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സുരക്ഷിതനാണ്, ഇപ്പോൾ സുഖമായിരിക്കുന്നു. ഒന്നിനും എന്റെ പ്രവർത്തനങ്ങളെ തടയാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും ഒന്നിനും കീഴ്പ്പെടുകയുമില്ല, ട്രംപ് പറഞ്ഞു. പ്രാദേശിക സമയം 2 മണിയോടെയാണ് ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബിന് സമീപം വെടിവെപ്പുണ്ടായത്. തോക്കുമായെത്തിയ അക്രമിയെ കണ്ടതിന് പിന്നാലെ US രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ തിരികെ വെടിയുതിർക്കുകയായിരുന്നു. ട്രംപിന് നേരെയുണ്ടായത് കൊലപാതക ശ്രമമാണെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറിയിച്ചു.